പദയാത്ര സെൻട്രൽ ജയിലിൽ 36 വർഷത്തിന് ശേഷം അടൂരും മമ്മൂട്ടിയും ചിത്രീകരണത്തിന് സെൻട്രൽ ജയിലിൽ. മമ്മൂട്ടി നായകനായി മലയാളത്തിന്റെ വിശ്വവിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഒരുക്കുന്ന പദയാത്രയുടെ ചിത്രീകരണം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ. 2 ദിവസത്തെ ചിത്രീകരണമാണ് പ്ലാൻ ചെയ്യുന്നത്. പദയാത്രയുടെ പാക്കപ്പ് സെൻട്രൽ ജയിലിൽ ചിത്രീകരണത്തോടെയായിരിക്കും. അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടി ചിത്രം മതിലുകൾ സെൻട്രൽ ജയിലിലാണ് ചിത്രീകരിച്ചത്. നീണ്ട 36 വർഷത്തിന് ശേഷം മമ്മൂട്ടിയും അടൂരും സെൻട്രൽ ജയിലിൽ ചിത്രീകരണത്തിന് എത്തുകയാണ്. ജനുവരി 21 എറണാകുളത്താണ് പദയാത്രയുടെ ചിത്രീകരണം തുടക്കം കുറിച്ചത്. പൂയംകുട്ടിയിലും ചിത്രീകരണം ഉണ്ടായിരുന്നു. വയനാടാണ് മറ്റൊരു ലൊക്കേഷൻ. 32 വർഷങ്ങൾക്ക് ശേഷം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് പദയാത്ര. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഗ്രേസ് ആന്റണി നായികയാവുന്നു. ഇന്ദ്രൻസ്, പി ശ്രീകുമാർ, നന്ദു, അലിയാർ തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖങ്ങളും വേഷപ്പെടുന്നുണ്ട്. അടൂരും കെ.വി. മോഹൻകുമാറും ചേർന്ന് രചന നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ ഷഹനാദ് ജലാലാണ്. മുജീബ് മജീദിന്റേതാണ് സംഗീതം. അസോസിയേറ്റ് ഡയറക്ടർ മീര സാഹിബ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ. ഒറ്റ ഷെഡ്യൂളിൽ പൂർത്തിയാക്കുന്ന പദയാത്ര വേഫെയർ ഫിലിംസ് തിയേറ്ററുകളിൽ എത്തിക്കും. അടൂരും കെ.വി. മോഹൻകുമാറും ചേർന്ന് രചന നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ ഷഹനാദ് ജലാലാണ്. മുജീബ് മജീദിന്റേതാണ് സംഗീതം. അസോസിയേറ്റ് ഡയറക്ടർ മീര സാഹിബ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ. ഒറ്റ ഷെഡ്യൂളിൽ പൂർത്തിയാക്കുന്ന പദയാത്ര വേഫെയർ ഫിലിംസ് തിയേറ്ററുകളിൽ എത്തിക്കും.